എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്ക പല വഴികളും ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് RSS ആണ്, BJP ആണ്, നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഭരിക്കുന്നത്. അപ്പോൾ ഇവർ പല വഴികളും ഉപയോഗിച്ചു. ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കി, എന്നിട്ടും വഴങ്ങുന്നില്ല. ഇപ്പോൾ എന്താണ് 25% ടാക്സ് ഏർപ്പെടുത്തി നോക്കി, എന്നിട്ടും വഴങ്ങുന്നില്ല. അത് 50%, 100%, 200% വേണമെങ്കിൽ 200% വരെ താരിഫ് ഏർപ്പെടുത്തും എന്ന് ഭീഷണി മുഴക്കി. പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് അമേരിക്കയുടെ മുഖത്ത്, ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ഇവർ പലതരത്തിൽ പ്രഷറിങ് സ്ട്രാറ്റജി കൊണ്ടുവരാൻ നോക്കി. അത് യൂറോപ്യൻ യൂണിയൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ട് ഈ റഷ്യ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത കാരണം ഇന്ത്യയാണ് എന്താണ് പരോക്ഷമായിട്ട് ഈ റഷ്യയെ സഹായിക്കുന്നത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പോൾ നമ്മുടെ യൂറോപ്യൻസ് എന്ത് ചെയ്യണം? എക്സ്ട്രാ താരിഫ്, അത് അമേരിക്ക ചെയ്ത മാതിരി, അമേരിക്ക ഇന്ത്യക്ക് ഇമ്പോസ് ചെയ്ത ഈ താരിഫ് ഉണ്ടല്ലോ, എക്സ്ട്രാ താരിഫ് ഉണ്ടല്ലോ, അതുമാതിരി യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ അടുത്ത് അമേരിക്ക പറഞ്ഞു. പക്ഷേ ജർമ്മനിയോ ഫ്രാൻസോ ഒരാളും തന്നെ ട്രംപിൻ്റെ വാക്കിന് വില കൽപ്പിച്ചില്ല. പ്രത്യേകിച്ച് ഫ്രാൻസ്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും സ്ട്രോങ് ആയ 2 രാജ്യങ്ങളാണ്, ഒന്ന് ഫ്രാൻസും ഒന്ന് ജർമ്മനിയും. അപ്പോൾ ഫ്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ തന്ത്രപ്രധാനമായ ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്ത് രാജ്യമാണ് ഫ്രാൻസ്. ഈ റഫേൽ അടക്കമുള്ള വിമാനങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകിയെന്ന് വെച്ചാൽ അത് ചുമ്മാ ഒരു വിമാനം നൽകിയത് മാത്രമല്ല, റഫേലിൻ്റെ സോഴ്സ് കോഡ് അടക്കമാണ് ഇന്ത്യ വാങ്ങിയത്. അപ്പോൾ അത്രത്തോളം ബന്ധമുണ്ട്. ഇന്ത്യ നല്ലൊരു പാർട്ട്ണറായിട്ടാണ് ഫ്രാൻസ് കാണുന്നത്. ഇന്ത്യ ഒരിക്കലും വെറുപ്പിക്കാൻ ഇവർ തയ്യാറാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി അടുത്ത് വരികയാണെങ്കിൽ ജർമ്മനി എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും സ്ട്രോങ്, ഫ്രാൻസ് കഴിഞ്ഞാൽ നല്ല ഒരു സ്ട്രോങ് രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ജർമ്മനിക്കും ഇന്ത്യ ഒരിക്കലും പിണക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. 145 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യക്കാരുടെ ബൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ബൈയിങ് പാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരുടെ ഏകദേശം $30 ട്രില്യൺ ഏകദേശം ചൈനയുടെ അടുത്ത് നിൽക്കുന്ന, ഒന്നുകിൽ ചൈനയുടെ ഒക്കെ മുകളിൽ നിൽക്കുന്ന അത്രയും. ഇത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ബൈയിങ് പാരിറ്റി എന്ന് വെച്ചാൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മിഡിൽ ക്ലാസ് ഫാമിലി പോലും ജർമ്മനിയുടെ പ്രീമിയം കാറുകളൊക്കെ വാങ്ങുന്നു, ബെൻസുകളും ഓടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പോൾ ഒരിക്കലും ഇന്ത്യൻ മാർക്കറ്റ് അവഗണിച്ചുകൊണ്ട് ജർമ്മനിക്ക് ഇന്ത്യക്കെതിരെ ഒരു അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇൻ കേസ് എന്താ പറയുക, ഈ ഇന്ത്യക്കെതിരെ ജർമ്മനി ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തിയെന്ന് വിചാരിച്ചോ, ഇന്ത്യ അപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അത്തരത്തിൽ ഇന്ത്യയും റിട്ടാലിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പ്രയോഗിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ബിസിനസ് നഷ്ടപ്പെടും. അത് വലിയ രീതിയിൽ ജർമ്മനി ഇമ്പാക്റ്റ് ചെയ്യും. ഇതൊക്കെ ഫ്രാൻസിന് നന്നായിട്ട് അറിയാം. ഫ്രാൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയായിട്ട് പണ്ടേ നല്ലൊരു സ്നേഹമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയായിട്ട്. ആ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നത്. പണ്ടേ അത്തരത്തിലുള്ള ഇന്ത്യ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് തരുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ ഗെയിം പ്ലാനും അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ എങ്ങനെയും തളർത്തണം, ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടു സമീപകാലത്ത് ഇപ്പോൾ ശ്രീലങ്കയിലാണ് തുടങ്ങിയത്. ശ്രീലങ്കയിൽ വലിയ രീതിയിലെ കലാപങ്ങളുണ്ടായി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അവിടെ വേറെ സർക്കാരിനെ അധികാരത്തിലേറ്റി. ഇത് അമേരിക്കയ്ക്കും കൂടി താല്പര്യമുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, പക്ഷേ എന്നാലും അമേരിക്കയുടെ താല്പര്യങ്ങൾ അനുസരിച്ച സർക്കാരാണ് അവിടെ ഉള്ളത്. പിന്നെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ മാറ്റിയിട്ട് യൂനിസിനെ കൊണ്ടുവന്നു. അത് പൂർണ്ണമായിട്ടും അമേരിക്ക എന്താണോ പറയുന്നത് അതനുസരിച്ച് അത് ഒരു കളിപ്പാവമായ ഒരു റിമോട്ട് സർക്കാരാണ് അവിടെയുള്ളത്. അമേരിക്കയുടെ റിമോട്ട് സർക്കാരാണ് ബംഗ്ലാദേശിലുള്ളത്. ഇപ്പോൾ നേപ്പാളിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേപ്പാൾ തുടങ്ങിയതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ തുടങ്ങിയത്. പക്ഷേ പിന്നീട് ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയുടെ ആൾക്കാരൊക്കെ അതിൽ ഇടപെട്ടിട്ട് ഇത് ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റും ആക്റ്റീവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് മാത്രമല്ല, ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റും നന്നായിട്ട് കളി അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള അമേരിക്കയുടെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ചെയ്തു നോക്കി. ഒരു തരത്തിലും ഇന്ത്യ വഴങ്ങുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിലെ കലാപം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പം ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇവിടെ ഒരു തരത്തിലും അത്തരത്തിലെ കലാപങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ ബേസിക്കലി ഇന്ത്യക്കാർ എല്ലാവരും ഒരു ദേശീയ ബോധമുള്ള ആൾക്കാരാണ്. പാട്രിയോട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ഒറ്റക്കെട്ടായി നിൽക്കും ഈ ശക്തികൾക്കെതിരെ. ഇനി അമേരിക്കയിൽ ആരും എന്ന് ചോദിച്ചാലും ഒരു ചുക്കും ഇവിടെ നടക്കില്ല. അപ്പോൾ വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോകും. അപ്പോൾ അവരിപ്പോൾ അടുത്ത് ഇനി കുറേ പ്രഷർ ഗെയിം അവർ കളിച്ച് നോക്കി, അതൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ അവരുടെ മുന്നിലുള്ള വഴിയെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബംഗ്ലാദേശിൽ ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു. ഈ US
എസിൻ്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് ടെറൻസ് സാർവെൽ ജാക്സൺ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം, ഇത് ഒഫീഷ്യൽ അൺഒഫീഷ്യലായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം, ഈ ടെറൻസ് സാർവെൽ ജാക്സൺ എന്ന് പറയുന്ന എസിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ, ഇന്ത്യയിലെ സീനിയർ ലീഡേഴ്സിനെ നരേന്ദ്രമോദിയൊക്കെ അടക്കം വധിച്ചിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അനാർക്കി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മിഷനായിട്ട് വന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ നമുക്കത് കാത്തിരിക്കാം എന്താണെന്നില്ല ഡീറ്റെയിൽ ആയിട്ടില്ലേ. അപ്പോൾ അത്തരത്തിൽ വലിയ കാര്യങ്ങൾ അമേരിക്ക പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇവർ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മോദി വധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്രയും കാലിബറുള്ള ഒരു ലീഡർ BJP ഇല്ല. അപ്പോൾ മോദി വധിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ രീതിയിൽ കലാപങ്ങളുണ്ടാകും. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയെ വധിക്കുക, അത് ഇസ്ലാമിക തീവ്രവാദികളാണ് ചെയ്തതെന്ന് അവരുടെ തലയിലിട്ട് കൊടുക്കുക, രാജ്യത്ത് വലിയ രീതിയിൽ കലാപങ്ങളുണ്ടാക്കുക, ഇവിടുത്തെ ഹൈന്ദവരെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ തിരിക്കുക, അങ്ങനെ രാജ്യത്ത് വലിയ രീതിയിൽ കലാപങ്ങളുണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തികമായ പുരോഗതി, അതായത് ഇന്ത്യയുടെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഇസ്രയേൽ പോലും പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ജെറുസലേം പോസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ, അതായത് അമേരിക്കയ്ക്ക് എതിരെ സ്വീകരിക്കുന്ന നടപടി പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏതൊരു രാജ്യം മാതൃകയാക്കേണ്ട കാര്യമാണ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇസ്രയേൽ. അപ്പോൾ ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യ. അപ്പോൾ ഇസ്രയേൽ പോലും അങ്ങനെ പറയുകയാണ്, ഇന്ത്യ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ആ ഒരു നട്ടലോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും ആരുടെ മുമ്പിലും എന്താ പറയുക തല കുനിക്കാതെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഇന്ത്യയുടെ ആ ഒരു ചങ്കുറപ്പ്, ഇന്ത്യ കാണിക്കുന്ന ചങ്കുറപ്പ് പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അമേരിക്കക്ക് പിടിക്കുന്നില്ല. അപ്പോൾ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ അനാർക്കി ഇവിടെ സൃഷ്ടിക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊന്നു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തിയിട്ട് ഇത് വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെ ധാക്കയിൽ ടെറൻസ് സാർവെൽ ജാക്സൺ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഫോഴ്സ് എസിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് കൊല്ലപ്പെട്ടത്. എല്ലാം കൂടി കൂട്ടി വായിക്കും, ഇതൊക്കെ നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഇവർ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയെ എന്ന ഒറ്റൊരാളാണ് ഇതിനെല്ലാത്തിനും കാരണം. ശരിക്കും അമേരിക്ക തെറ്റിപ്പോയി അവിടെ. നരേന്ദ്രമോദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ്. അവിടെ ശരിക്കും RSS എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം തന്നെ വലിയ രീതിയിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ അതിന് നേരിട്ട ഒരു ഇതുണ്ടല്ലോ, അതായത് ഏകദേശം BJP എക്സ്പെർട്ട് 15-20 ഈ ഓപ്പോസിഷൻ MP പോലും NDA കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, മലയാള മാധ്യമങ്ങൾ പോലും പറയുന്നത്, റിപ്പോർട്ടർ TVയുടെ മറ്റേ മൊട്ട അരുണൊക്കെ ഇല്ലേ, അയാൾ പോലും പറയുന്നത്, അതായത് കടുത്ത മോദി വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് ഈ മൊട്ട അരുൺ പോലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി അത് ഏതായിക്കോട്ടെ, ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഒരു അസംബ്ലി ആയിക്കോട്ടെ, ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഒരു പ്രസിഡൻ്റൽ ഇതായിക്കോട്ടെ, വൈസ് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ അതിലേക്ക് ഇവർ പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് അവരുടെ സ്ട്രാറ്റജി, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഫ്രെയിംവർക്കോ ഒരു ചട്ടക്കൂടോ ആർക്കും ഇല്ല ഇവിടെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒരു ഇതല്ല, അത് RSS എന്ന് പറയുന്നൊരു സംഘടനയുടെ ഒരു വലിയ രീതിയിലുള്ള, അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നത്. ഇവരൊക്കെ അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം പ്ലാൻ ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന RSS തന്നെയാണ്. അപ്പോൾ ഈ RSSനെ ഉള്ളിടത്തോളം കാലം ഇന്ത്യയെ തൊടാൻ പറ്റില്ലെന്ന് അമേരിക്കക്ക് അറിയാം. പക്ഷേ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ, ഒരു ഹിന്ദു മുസ്ലിം ലഹള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പണ്ട് ബ്രിട്ടീഷുകാർ പയറ്റിയ ഒരു റൂൾ ഇപ്പോൾ അമേരിക്ക പയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയൊക്കെ അമേരിക്ക വധിച്ചാലും അത്ഭുതപ്പെടാനില്ല. അവർ ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസാന പോരാട്ടമാണ്. ഈ ഒരു പോരാട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിന് വിജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. ഡൊണാൾഡ് ട്രംപിന് എന്താ വേണ്ട, അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് അത് കാലാവധി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത അനുയായി ചാർലി കിർക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കൺസോളിഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ആ പ്രതിസന്ധി ഘട്ടം മറികടക്കണമെങ്കിൽ ഇന്ത്യയിൽ വലിയൊരു ഭരണമാറ്റം ഉണ്ടാവണം, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണം, റെജിമി ചേഞ്ച് ഉണ്ടാവണം. അമേരിക്ക പറയുന്നിടത്ത് ഇന്ത്യ നിൽക്കണം. ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം പോലും അവതാളത്തിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി ഡൊണാൾഡ് ട്രംപ് ഏതറ്റം വരെയും പോകും. ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ഇനി നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധിയെ കൊന്നിട്ടാണെങ്കിലും ചിലപ്പോൾ അമേരിക്ക അത് ചിലപ്പോൾ നടത്തിയേക്കാം. അപ്പോൾ വരും ദിവസങ്ങൾ കാത്തിരിക്കാം. അമേരിക്ക ഏതറ്റം വരെയും പോയിട്ടും എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.